ട്വീസേഴ്സാണ് ഉണ്ടാക്കുന്നത്. ഈ ട്വീസേഴ്സ് നമുക്ക് കയ്യിൽ കൊള്ളുമെന്ന് എനിക്കതൊന്നും അറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഐസ്ക്രീം സ്റ്റിക്കാണ്, രണ്ടെണ്ണം വേണം. 2 ഐസ്ക്രീം സ്റ്റിക്കാണ്. അതിന് ഇതേപോലെ ഈ ഒരു കുഞ്ഞ് ട്വീസേഴ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വലിയതാണ് ചെറുതാണോ എന്തൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഷേപ്പ് ആക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഷേപ്പ് ആക്കിയെടുത്തത്. ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഷേപ്പ് എടുക്കാം. ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു പെൻസിൽ എടുക്കുക. ഇതേപോലെ ഒന്ന് അളന്നെടുക്കാം. അളക്കല്ല. ഇതേപോലെ ഇവിടെ ഇങ്ങനെ വരച്ച് കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, അപ്പം അതെങ്ങനെ ചെയ്യാം. കട്ട് ചെയ്യാം, മാക്സിമം നോക്കണം കേട്ടോ. കുറേ നോക്കിയിട്ടും കട്ട് ചെയ്യാൻ നിൽക്കില്ല, കഴിയില്ല. ചെറിയ കത്രിക വെച്ചിട്ടൊന്ന് നോക്കട്ടെ. അത്ര ഷർട്ട് കിട്ടില്ല കേട്ടോ. ക്യാമ്പ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത പാടാണ് കേട്ടോ. പിന്നെ കുറേ പേരെന്നോട് ചോദിക്കുന്നു ഈ ജേർണലിങ് ചെയ്യുമോ. ജേർണലിങ് ഒക്കെ ചെയ്യാം, പക്ഷേ എനിക്ക് ടൈമില്ല. അതാണ് കേട്ടോ മെയിൻ വിഷയം. ഒരു ദിവസം ടൈം ഉണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും. അതാണ് കുഴപ്പം. അയ്യോ, വലിപ്പം ചെറുതായ പിന്നെ കഴിഞ്ഞിട്ടോ കഥ. ഓക്കെ, റെഡി. അങ്ങനെ അവസാനം മുറിച്ചൊരു ഇതായി. എൻ്റെ പല്ലടക്കം ഇതിന് കുറേ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. അങ്ങനെ കുറേ നോക്കുന്നുണ്ട് കേട്ടോ, കഴിയണേലില്ല. ലാസ്റ്റ് ചെരിഞ്ഞിട്ട് പല്ലിനോണ്ട് ഒറ്റ കടി അപ്പണ്ട് കടിയണം. ഇത് നാശമാകുന്നല്ലാതെ പോകുന്നില്ല കേട്ടോ. കുഴപ്പമില്ല, ഇതേപോലെ ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട്. നോ പ്രോബ്ലം. നാളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. നല്ല സുഖമായിട്ട് ഈ സ്റ്റിക്ക് കട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റിക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. എന്തായാലും നോ പ്രോബ്ലം. എന്നിട്ട് രണ്ടും വേണമെങ്കിൽ ഒന്ന് എടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പം പൊന്തി നിൽക്കുന്ന ഒരു 3D എഫക്റ്റ് കിട്ടാനാണ് വാഷി ടപ്പ്, പൊന്തി നിൽക്കുന്ന വാഷി ടപ്പ് ഉണ്ടാക്കി വന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഗ്ലൂ തീർന്ന സമയത്ത് ഞാൻ അതേപോലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒരു വാഷി ടപ്പ് ഒരു വാഷി ടപ്പ് ചെയ്തിരുന്നു. ഞാൻ ഒട്ടിക്കുന്നത് ഡബിൾ സൈഡ് ടാപ്പാണ്. ഡബിൾ സൈഡ് ടാപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഫെവിക്കോളെങ്കിലും മറന്നു പോകും. അമ്മായി സുഖമാണ്. ഞാനത് ഇതേപോലെ കടിച്ചും പിടിച്ചും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡബിൾ സൈഡ് ടാപ്പ് അങ്ങനെയുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഷേപ്പ് വെക്കാം. ഓക്കെ, അടിപൊളി സെറ്റ് പൊളി. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ കവറിങ്ങിട്ട് കുടുകുടുന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഈ അയക്കണേൽ ഞാൻ ചിലപ്പം 24 മണിക്കൂർ എടുത്തുണ്ടാവും. അങ്ങനെയൊക്കെ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞില്ലേ. അത്രക്കൊന്നും ഇല്ലാന്നെങ്കിൽ കുറച്ച് ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇതൊക്കെയായിട്ട് വരാം.
അലമാര പറഞ്ഞപ്പോഴേ 2 ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ ബാക്കിയായിരുന്നു കണ്ടു. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഭാഷയല്ലേ. അപ്പം അതാണ് ഞാനിത് ചെയ്യാൻ, അതാണ് ഇതിന് കാരണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ 3D എഫക്റ്റ് കിട്ടുന്ന ഈ വാഷി ടാപ്പ് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ഒന്ന് കണ്ടു നോക്കട്ടോ. സോ അതല്ലെങ്കിൽ ഞാൻ ഒന്ന് കണ്ടു നോക്കി. ഷോർട്ട് വീഡിയോ ഇപ്പം എന്തെങ്കിലും കണ്ട ആവശ്യം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കി, ഉപകാരമല്ലേ. അപ്പം ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ സിങ്കും ഇതിനെയും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഡബിൾ സൈഡ് ടാപ്പ് എടുക്കുന്നുണ്ട്. ഇതേപോലെ വെക്കാം. നല്ല അടിപൊളിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഡബിൾ സൈഡ് ടാപ്പ് വെട്ടുമ്പോൾ ആ കിട്ടണ സുഖല്ലേ, അതേപോലെ എന്തെങ്കിലും കുഴപ്പമില്ല. അതേമാതിരി ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ പൂതി ഉണ്ടാവുള്ളൂ, തന്നെ നടക്കൂലല്ലോ. കുഴപ്പമില്ല. കടിച്ചാപ്പൊട്ടൊക്കെ സമയമുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെടുന്നത്. ഓക്കെ, നോ പ്രോബ്ലം, നോർമൽ. ഇതേപോലെ എത്ര കൈമുട്ടി പിടിച്ചിട്ടിട്ട് അത് പോകുന്നില്ല. എന്നിട്ട് ഇതേപോലെ ലാസ്റ്റ് ഒട്ടിച്ചോട്ടു. വാഷി ടാപ്പ് നമ്മളുണ്ടാക്കിയതാണ്, നോ പ്രോബ്ലം. എന്തായാലും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഇതേപോലെ വെട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചാർട്ട് പേപ്പറിൽ വെട്ടി കുറച്ച് പണിയുണ്ട് വെട്ടാൻ. ഹൈവറി ഷീറ്റിലിട്ട് സാധനമുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും ഇനിയിപ്പോൾ ഒരു സ്റ്റിക്കറിലുണ്ട്. ഞാനിപ്പോൾ മൈമലഡിൻ്റെ ഒരു സ്റ്റിക്കറാണ് എടുക്കുന്നത്. ഇതാ മൈമലഡിൻ്റെ ഒരു സ്റ്റിക്കറാണ് എടുക്കുന്നത്. നോ പ്രോബ്ലം, അതും ഒരു സ്റ്റിക്കർ തന്നെയാണല്ലോ. നമ്മളേ ഇതിൽ ഡബിൾ സൈഡ് ടാപ്പിനോടാണ് ഫുൾ കളിയും. കാരണം ഫെവിക്കോളും ഗ്ലൂ ഒക്കെ മറന്നു ഈ ഡബിൾ സൈഡ് ടാപ്പ് എടുക്കാറില്ല. അതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. നോ പ്രോബ്ലം. ഓക്കെ, നോർമൽ. ഈ ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ആ ചെടി ഞാൻ കാണിച്ചാലും ചെയ്യാം. ഇതേപോലെ ഉള്ള ചെടി വാങ്ങിയതാണ്. നോ പ്രോബ്ലം. ഇതിൻ്റെ ഒരു ബോട്ട് ഉണ്ടാക്കിയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കിടാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ വലിയൊരു സാധനം കൊള്ളില്ല. ആ ബോട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ആലോചിക്കാൻ ഈ സാധനം കൊള്ളൂ. എത്ര ആലോചിക്കണം കൊള്ളുന്നില്ല. ഇത് ഹെയർ ഡ്രൈ ക്ലീനോട് ഉണ്ടാക്കിയതാണ്. ഇപ്പം നല്ല രസത്തിലുണ്ടാക്കിയത്. പുറത്തുനിന്നല്ലേ, ഇപ്പൊ 2 ദിവസം ഓരോ നേരത്തിന് പുറത്തുനിന്ന് വാങ്ങിയില്ലേ. അപ്പൊ ഇതിന് മടുത്ത് പറയാം. നമ്മള് പെരയിൽ ഉണ്ടാക്കുമ്പോ പലതും അല്ല ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് ഇപ്പൊ എങ്ങനെ വാങ്ങിയാലും മടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് 2 ദിവസം അപ്പോന്ന് മടുത്ത് നേരെ എടുത്തപ്പോ ഞാൻ 11 മണിയാകുമ്പോ ഈച്ചാട് വിളിച്ചിരുന്നു. ഞാൻ പോയി ഗ്യാസ് അടച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ അതിന് പോയി
കൊണ്ടുവന്ന് അപ്പൊ പൊറാട്ട കൊണ്ടുവന്ന് ചീനി ഞാൻ മീൻകറി ഉണ്ടാക്കി ചീനി പൊറാട്ട പിന്നെ അപ്പോത്തിനൊക്കെ ഉണ്ടാക്കി ആക്കുമ്പോൾ കുറേ സമയം എടുത്തു. പൊറാട്ട കൊണ്ടുവന്ന് പിന്നെ അവിടെ തന്നെ കടലക്കറി മൈന് കുറേ സമയം. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു ഓനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ചായക്ക്. അപ്പൊ പിന്നെ വരുന്ന നാളെ ഇന്നലെ ചായ വെച്ച് പോയി. എനിക്ക് വലിയ തോന്നുന്നു അയക്കോറ പൊരിച്ചുകൊണ്ട് ഈ കാരപ്പൊടി പീസ് കത്രികകൊണ്ട് വെട്ടാൻ കുറച്ച് പണിയുള്ള കാരണം ഞാൻ കൈകൊണ്ടാണ് വെട്ടിയെടുത്തത്. അതിനോണ്ടാണ് ഇതേപോലെയൊക്കെ കാണുന്നത്. ഇതെടുക്കാം. ഇതേപോലെ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഞാൻ എടുക്കും P7000. ഇതാണ് ഗ്ലൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഗ്ലൂ. ഈ ഐസ്ക്രീം സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ P7000 എടുത്തിട്ട് എന്തൊക്കെ പ്രശ്നം ഇങ്ങനെ ഒരു ഇങ്ങനെ പറയല് വണ്ടിന്നൊക്കെ പറയല് കൊണ്ട് തൊയ്യില്ല രണ്ടാളോ പറയില്ലേ ഇതേപോലെ എടുത്തിട്ട് ഇതേപോലെ വെക്കാം. ആവുമ്പോഴാണ് ശത്രു ആവുള്ളൂ. ഓക്കെ, ഇതേപോലെ നമ്മൾ ഒരു ഇതേപോലെ ആക്കിയെടുക്കാം. കുറച്ചുകൂടെ ക്യൂട്ടാവാനായിട്ട് പൈസ കൊടുത്തില്ലല്ലോ വില്ലാക്കാൻ പറഞ്ഞത്. കുറച്ചുകൂടെ ക്യൂട്ട്നെസ് ഓവർലോഡ് ആക്കാനായിട്ട് ഇതേപോലെ എഫർ ഷീറ്റ് എടുക്കാം. ഇതേപോലെ മടക്കാം. നമ്മുടെ നേരത്തെ ഇതേപോലെ സൈഡ് ടാപ്പ് ഒട്ടിച്ച ശേഷം ഇതേപോലുള്ള മെൽമെൽഡിയിൽ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാം. ഇതേമാതിരി കിട്ടും. ഓപ്പൺ ഇല്ലാത്ത ഭാഗത്താണ് കേട്ടോ. ഇതേപോലെ കിട്ടണം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് നെക്സ്റ്റ് ഇതങ്ങനെ ഇത് ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് സെക്ഷനാണ് ചെയ്യണത്. നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് എടുക്കുക. ഇതേപോലെ എടുക്കുക. രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്യുക. ഇത് നമ്മൾ ഇതേപോലെ എടുക്കാം. ഇതേമാതിരി കിട്ടും. ഇനി നമുക്ക് അതിനെ ഇവിടെയും ഒട്ടിച്ചെടുക്കാം, ഇവിടെയും ഒട്ടിച്ചെടുക്കാം. നമുക്ക് എന്താക്കണം, അതിനെ ഒന്ന് പറിച്ചെടുക്കണം. പറിച്ചെടുക്കാം. ഓക്കെ, പറിച്ചെടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇവനെ ഇവിടെയും അതേപോലെ ഇവിടെയും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ടീച്ചേഴ്സ്. ഇത്ര ഉള്ളൂ. ഇത് വർക്കിംഗ് ആണോ നോക്കുന്നത്? ശരി, വർക്കിംഗ് അല്ലേ? നിങ്ങൾ ഇതേപോലെ എടുക്കുക. ഒരു സ്റ്റിക്കർ എടുക്കുക, പറിച്ച് എടുക്കുക, എവിടെയെങ്കിലൊക്കെ ഒട്ടിക്കുക. ഇതിപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റേ ഒട്ടിക്കുന്നത്. ഓക്കെ ബൈ. ഇത്ര ഉള്ളൂ. നല്ല വീഡിയോ. അപ്പോൾ ഇത്ര ഉള്ളൂ. ഓക്കെ ബൈ.